ഹായ് മക്കളെ, എല്ലാവർക്കും മാസ്റ്റർ ടീച്ചറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് അടുത്ത ദിവസം മലയാളം പരീക്ഷയാണ് വരാനായിട്ട് പോകുന്നത് അല്ലേ. അപ്പൊ മക്കൾക്ക് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ടാണ് ടീച്ചർ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് വേഗം നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം അല്ലേ. അതിലോട്ട് പോകുന്നതിന് മുന്നേ ടീച്ചർ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മക്കളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, അപ്പൊ നിങ്ങൾക്ക് മലയാളത്തിൽ നിന്ന് വരുന്ന ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു കഥാഭാഗം വായിക്കാനായിട്ട് തരും. എന്നിട്ട് ആ ഒരു കഥ വായിച്ചിട്ട് തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് പറയണ്ടായിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അതിൽ നിന്ന് വരുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻസിന് എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പം എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു പദം തരും. എന്നിട്ട് ആ ഒരു പദത്തിന് സമാനമായ അർത്ഥം വരുന്ന ഏത് പദമാണ് കഥാഭാഗത്ത് ഉപയോഗിച്ചത് എന്ന് കണ്ടെത്താനായിട്ട് പറയും. അപ്പൊ മക്കൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തന്നിട്ടുള്ള പദത്തിന്റെ അർത്ഥം ആദ്യം എന്താന്നുള്ളതൊന്ന് മനസ്സിലാക്കിയിട്ട് വെക്കുക. എന്നിട്ട് അതേ അർത്ഥത്തോട് വരുന്ന ഏത് പദമാണോ നമ്മുടെ കഥാഭാഗത്ത് തന്നിട്ടുള്ളത് എന്നുള്ളത് ഒരിക്കൽ കൂടി ആ ഒരു കഥ വായിച്ചു നോക്കിയിട്ട് കണ്ടെത്തിയിട്ട് എഴുതുക കേട്ടോ. അപ്പൊ അതുപോലെ സമാന പദം കണ്ടെത്താനായിട്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും ഈ ഒരു കഥാഭാഗം തരികയാണെങ്കിൽ അതിൽ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. പിന്നെ മക്കളെടുത്ത് നമുക്ക് ചിലപ്പം ഒരു കഥയായിക്കോട്ടെ, അതിലൊക്കെ നമ്മൾ കുറച്ച് ഭംഗി കൂട്ടാനായിട്ട് നമ്മൾ പറയില്ലേ, മെല്ലെ മെല്ലെ നടന്നു, അല്ലെങ്കിൽ നടന്ന് അല്ലേ, അതുപോലെ തന്നെ പറഞ്ഞ് അല്ലേ, ഓടി ഓടി എന്നൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പൊ അത്തരത്തിൽ ഭംഗി കൊടുക്കുന്ന വാക്കുകളൊക്കെ കഥാഭാഗത്തുണ്ടെങ്കിൽ അത് കണ്ടെത്തിയിട്ട് ലിസ്റ്റ് ചെയ്യാനായിട്ട് പറയും കേട്ടോ. അപ്പൊ അതൊക്കെ വളരെ എളുപ്പമായിട്ടുള്ള പ്രവർത്തനമാണ്, മക്കൾ നോക്കുക കേട്ടോ. ഇനി ചിലപ്പോൾ മക്കൾക്ക് കഥയാണ് തരാന്ന് വെച്ചാൽ ആ ഒരു കഥയ്ക്ക് ചിലപ്പം ഒരു തലക്കെട്ട് നൽകാനായിട്ടും പറയും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് കഥാഭാഗം വായിച്ചിട്ട് ഉത്തരം എഴുതാനായിട്ട് പറയാം കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോസ് ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന മക്കളാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ മക്കളെ, പിന്നെ മക്കൾക്ക് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പത്രവാർത്ത തയ്യാറാക്കാനാണ് കേട്ടോ. പത്രവാർത്ത തയ്യാറാക്കാനായിട്ടുള്ള ഒരു ചോദ്യം ഷുവർ ആണ്. മക്കൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ പത്രവാർത്ത തയ്യാറാക്കുന്ന സമയത്ത് മക്കൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അല്ലേ. വെറുതെ ഒരു കുറിപ്പ് പോലെ അങ്ങ് എഴുതിയാൽ മതിയോ? പോരാ അല്ലെ. പത്രവാർത്തയ്ക്ക് എന്ത് വേണം, ഒരു നല്ല ഹെഡ്ലൈന് വേണം അല്ലെ, ഒരു നല്ല ഹെഡ്ലൈന് വേണം. അതുപോലെ തന്നെ ഏത് സ്ഥലത്താണ് ആ ഒരു സംഭവം നടന്നിട്ടുള്ളത്, ആ ഒരു സ്ഥലത്തിന്റെ പേര് നമ്മൾ ആദ്യം കൊടുത്തതിന് ശേഷമാണ് അല്ലെ വാർത്ത നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, അതിന്റെ ഓർഡർ ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഒരു പത്രവാർത്ത എഴുതുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ള കാര്യം മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് ഏതെങ്കിലും കൂട്ടുകാർക്ക് അറിയാത്തുണ്ടെങ്കിൽ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. പത്രവാർത്ത നമുക്ക് ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഒരു പ്രാവശ്യം നമുക്ക് പത്രവാർത്ത തയ്യാറാക്കാനായിട്ട് തന്നത് ഇങ്ങനെയായിരുന്നു. അതായത് മഴക്കാലമാണ് അല്ലെ, മഴക്കാലമായപ്പോൾ മഴ തോരാതെ പെയ്തത് കാരണം കുളവും തോടും അതുപോലെ തന്നെ എല്ലാ വെള്ളക്കെട്ടിലും വെള്ളം നിറഞ്ഞൊഴുകാണ്. ആ സമയത്ത് എന്ത് ചെയ്യാണ്, ഒരു കുട്ടി സ്കൂളൊക്കെ വിട്ട് പതിയെ വീട്ടിലോട്ട് നടന്നു പോവാണ് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിയിൽ അബദ്ധത്തിൽ എന്ത് ചെയ്തു, അവനൊരു വെള്ളക്കുഴിയിൽ വീണുപോയി. ആ വീണത് കണ്ട സമയത്ത് അവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു സഹപാഠി എന്ത് ചെയ്തു, വെള്ളത്തിലേക്ക് എടുത്തു ചാടിയിട്ട് ആ കുട്ടിയെ രക്ഷപ്പെടുത്തി. അങ്ങനെ പിറ്റേന്ന് അസംബ്ലിയിൽ വെച്ചിട്ട് രക്ഷപ്പെടുത്തിയ കുഞ്ഞിനെ എല്ലാവരും എന്ത് ചെയ്യാണ്, അഭിനന്ദിക്കുകയൊക്കെ ചെയ്യാണ്. അപ്പൊ ഈ കാര്യം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ട് ഒരു പത്രവാർത്ത തയ്യാറാക്കാനായിരുന്നു മക്കളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരു പ്രാവശ്യം അങ്ങനെയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു പ്രാവശ്യം മക്കൾക്ക് വാർത്ത തയ്യാറാക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ സ്കൂളിൽ ഇപ്പൊ സ്വാതന്ത്ര്യ ദിനമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അന്നേ ദിവസം ഒരുപാട് പരിപാടികൾ നടത്തിയിട്ടുണ്ടായിരിക്കും. എന്തൊക്കെ പരിപാടികൾ നടത്തിയിട്ടുണ്ടായിരിക്കും, പതാക ഉയർത്തിയിട്ടുണ്ടായിരിക്കും, ദേശഭക്തി ഗാനങ്ങൾ പാടിയിട്ടുണ്ടായിരിക്കും, ദേശീയ ഗാനം പാടിയിട്ടുണ്ടായിരിക്കും അല്ലെ. പിന്നെ നിങ്ങൾ പതിപ്പ് തയ്യാറാക്കിയിട്ട് അതൊക്കെ നിങ്ങളുടെ അസംബ്ലിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. അങ്ങനെ ഒരുപാട് പരിപാടികൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് പിറ്റേ ദിവസം പത്രത്തിൽ കൊടുക്കാവുന്ന ഒരു വാർത്ത തയ്യാറാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതും നമുക്ക് മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. പിന്നെ ഒരു പ്രാവശ്യം മക്കൾക്ക് തന്നിട്ടുള്ള ടോപ്പിക് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഞാവൽ കാടിന് തീ പിടിച്ചത് ഓർമ്മയില്ലേ. അപ്പൊ അത് അണയ്ക്കാനായിട്ട് പെയ്തിട്ടുള്ള മഴ പിന്നീട് തോരാതെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പെയ്തുകൊണ്ടിരുന്നു. അപ്പൊ എന്ത് സംഭവിക്കും, മഴ തോരാതെ പെയ്യാണെങ്കിൽ എന്ത് സംഭവിക്കും മക്കളെ, താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ പെട്ടെന്ന് വെള്ളം കയറൂലേ. അപ്പൊ എന്ത് ചെയ്യും, വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ട് ആളുകളും അതുപോലെ തന്നെ അവിടെയുള്ള ജീവികളൊക്കെ ഒരുപാട് ദുരിതത്തിലാവും അല്ലെ. അപ്പം അങ്ങനെ തോരാതെ മഴ പെയ്തപ്പം എന്ത് ചെയ്തു, നാട്ടിലെല്ലായിടത്തും വെള്ളം കയറി, നാട്ടിലും നഗരത്തിലൊക്കെ വെള്ളം കയറിയപ്പം ആളുകളൊക്കെ എന്ത് ചെയ്തു, വേഗം കാട്ടിലെ വലിയ മലയിലേക്ക് അഭയം തേടി വന്നു. അപ്പൊ എന്ത് ചെയ്തു, കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും എന്ത് ചെയ്തു, ഈ മനുഷ്യർ തങ്ങളോട് ചെയ്ത ക്രൂരതകളൊക്കെ മറന്നുകൊണ്ട് അവരെ സ്നേഹപൂർവ്വം കാട്ടിലേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പൊ ഈ ഒരു കാര്യം ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത ദിവസം പത്രത്തിൽ കൊടുക്കാവുന്ന ഒരു വാർത്ത എഴുതാനായിരുന്നു മുന്നേ ഒരു പ്രാവശ്യത്തിൽ നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ തന്നുകൊണ്ട് പത്രവാർത്ത തയ്യാറാക്കാനായിട്ട് പറയും. അപ്പൊ ടീച്ചർ ഈ പറഞ്ഞിട്ടുള്ള 3 ടോപ്പിക് എന്ത് ചെയ്യുക, മക്കളൊന്ന് നോക്കി പോവാ കേട്ടോ. ഇനിയിപ്പോ ഇതല്ല വേറൊരു കാര്യമാണ് മക്കളത് ചോദിക്കുന്നതെങ്കിലും മക്കൾ എന്ത് ചെയ്യണം, ഒരു പത്രവാർത്ത എന്ന് പറയുമ്പോൾ
അതിന് യോജിച്ച രീതിയിലുള്ള ഒരു തലക്കെട്ട് കൊടുക്കണം. അതുപോലെ അത് നടക്കുന്ന സ്ഥലം ഏതാണെന്നുള്ളതും മക്കൾ എന്ത് ചെയ്യുക, എഴുതുക കേട്ടോ. അങ്ങനെ തന്നെ എഴുതിയാൽ തന്നെ മക്കൾക്ക് കുറച്ച് മാർക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് മലയാളവുമായി ബന്ധപ്പെടുത്തിയിട്ട് വരുന്ന മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത് സംഭാഷണം എഴുതാനായിട്ട് വരും കേട്ടോ. സംഭാഷണം എഴുതാനായിട്ട് വരും. അപ്പൊ അതെന്ന് പറയുന്നത് നമുക്ക് മുന്നേ ഒരു വർഷം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ കുടയില്ലാത്തവർ എന്ന് പറയുന്ന പാഠഭാഗമില്ലേ, ആ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു കേട്ടോ. അതായത് ആ ഒരു പാഠഭാഗത്ത് നമ്മുടെ അനിയനെ ഓർമ്മയില്ലേ, അതുപോലെ തന്നെ ചേച്ചി ഓർമ്മയില്ലേ, അവർ തമ്മിലുള്ള ഒരു സംഭാഷണമായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ അനിയൻ എന്ത് ചെയ്യാണ്, പുറത്ത് എവിടെയോ ജോലിക്ക് എന്തോ പോയിട്ട് ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വീണ്ടും ചേച്ചിയെ കാണാനായിട്ട് വന്നതാണ്. ആ ഒരു സമയത്ത് അനിയനും ചേച്ചിയും തമ്മിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും സംസാരിച്ചിട്ടുണ്ടായിരിക്കുക എന്നുള്ള രീതിയിലായിരുന്നു മുന്നേ ഒരു പ്രാവശ്യം നമുക്ക് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ അവരെന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവരെ കുട്ടിക്കാലത്തെ ഓർമ്മകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടായിരുന്നു ആ ഒരു സംഭാഷണം പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ അത്തരത്തിൽ ഒരു സംഭാഷണം നമുക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ മക്കൾക്ക് വരുന്ന മറ്റൊരു പ്രവർത്തനമാണ് അനുഭവക്കുറിപ്പ് തയ്യാറാക്കാനായിട്ട് കേട്ടോ. അതും മക്കൾക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് പ്രാവശ്യം വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് മുന്നേ ചോദിച്ചിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ടീച്ചർ പറയാം. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ വെണ്ണക്കണ്ണല്ലേ, അമ്മയെയും കണ്ണനെയും മക്കൾക്ക് ഓർമ്മയില്ലേ. അമ്മയ്ക്ക് കണ്ണനോട് ഒരുപാട് സ്നേഹമാണ് അല്ലേ, എന്ത് കുസൃതി കാണിച്ചാലും അമ്മ അവനെ എന്ത് ചെയ്യും, ചേർത്ത് നിർത്തൂ അല്ലേ. അതുപോലെ തന്നെയല്ലേ മക്കളുടെ അമ്മയ്ക്കും അമ്മമാർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമല്ലേ. അപ്പൊ അമ്മയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവില്ലേ, ഒത്തിരി സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ. അപ്പൊ അത്തരത്തില് നിങ്ങളുടെ അമ്മയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു പ്രിയപ്പെട്ട ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു അനുഭവം എഴുതാനായിട്ട് മുന്നൊരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങളുടെ സ്വന്തം അനുഭവം എഴുതാനായിട്ടുള്ള ഒരു പ്രവർത്തനം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അനുഭവക്കുറിപ്പ് എഴുതാനായിട്ട് ചോദിച്ചിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുടയില്ലാത്തവർ എന്ന് പറയുന്ന പാഠഭാഗത്ത് ആ ഒരു കുട്ടി സങ്കടപ്പെടുന്നില്ല. എന്തിനാണ് സങ്കടപ്പെടുന്നത്, വേനലൊഴിവ് എത്ര വേഗം കഴിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, സങ്കടപ്പെടാറുണ്ട് അല്ലെ. അതുപോലെ തന്നെയാണ് നിങ്ങൾക്കും വേനലൊഴിവൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് സ്കൂളൊക്കെ തുറക്കാനാകുമ്പോൾ ഒരു വിഷമം ഉണ്ടാവാറുണ്ടോ, അയ്യോ എന്തൊരു പെട്ടെന്നാണ് വെക്കേഷൻ ഒക്കെ കടന്നു പോയത് അല്ലെ. അപ്പം അത്തരത്തിലുള്ള അനുഭവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ അനുഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനായിരുന്നു മുന്നേ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതായത് നിങ്ങളുടെ വേനൽക്കാലത്തെ അനുഭവങ്ങളും ഈ ഒഴിവ് കഴിഞ്ഞു പോയാലെന്നോർത്ത് നിങ്ങൾക്ക് ചില വിഷമങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അല്ലെ. അപ്പൊ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു അനുഭവക്കുറിപ്പ് തയ്യാറാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം മക്കൾക്ക് അനുഭവക്കുറിപ്പ് തയ്യാറാക്കാനായിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് നമ്മുടെ സ്കൂളൊക്കെ തുറക്കാണ്, ആദ്യമായിട്ട് എന്ത് ചെയ്യാണ്, പ്രവേശനോത്സവമാണ് അല്ലെ. നമ്മള് ജൂൺ 1 സ്കൂളൊക്കെ തുറന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും, സ്കൂൾ നല്ല രീതിയിൽ ഒരുപാട് ബലൂണും പൂക്കളൊക്കെ വെച്ച് നന്ന മനോഹരാക്കിയിട്ടുണ്ടായിരിക്കില്ല ടീച്ചർ. അതുപോലെ തന്നെ നമുക്ക് അന്ന് പായസമോ ലഡുവോ മിഠായി ഒക്കെ കിട്ടൂലേ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അന്ന് സ്കൂളിലേക്ക് പോവുക, നല്ല മഴയായിരിക്കും. അപ്പൊ പുത്തൻ കുടയും പുത്തൻ ബാഗും പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് മഴയത്ത് നനഞ്ഞായിരിക്കും സ്കൂളിലേക്ക് പോവുക അല്ലെ. അപ്പൊ നല്ല രസമായിരിക്കും ആ ഒരു അനുഭവം എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലൊരു കുട്ടി എന്ത് ചെയ്യാണ്, ആദ്യ ദിവസം സ്കൂളിലേക്ക് പോയി മഴയൊക്കെ നനഞ്ഞ് അതുപോലെ തന്നെ പുതിയ കുടയും ബാഗും പുസ്തകമൊക്കെ ആയിട്ട് സ്കൂളിലേക്ക് പോയതാണ്. അപ്പൊ അന്നേ ദിവസത്തെ അവളുടെ അനുഭവം എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അനുഭവക്കുറിപ്പ് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള 3 ചോദ്യങ്ങൾ നമുക്ക് മുന്നേ പ്രാവശ്യങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യാം, മക്കള് അത്തരത്തിലൊക്കെ ചോദ്യങ്ങൾ വരികയാണെങ്കിൽ ഒന്ന് എഴുതാനായിട്ട് തയ്യാറായിട്ട് പോവാ കേട്ടോ, അനുഭവക്കുറിപ്പ്. പിന്നെ മക്കൾക്ക് വരാവുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് പോസ്റ്റർ തയ്യാറാക്കാനാണ് കേട്ടോ. അപ്പൊ മുന്നേ നമുക്ക് പോസ്റ്റർ തയ്യാറാക്കാനായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം ഇതായിരുന്നു. അതായത് മഴക്കാലമൊക്കെ ആവുകയാണെങ്കിൽ ഒരുപാട് പകർച്ചവ്യാധികൾ വരാനുള്ള സാധ്യതയുണ്ടല്ലോ അല്ലെ, ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ള ആളുകളെ ബോധവൽക്കരിക്കാനായിട്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, അതിന് യോജിച്ച ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പോസ്റ്റർ തയ്യാറാക്കുക കേട്ടോ. പിന്നെ ഒരു പ്രാവശ്യം നമുക്ക് പോസ്റ്റർ തയ്യാറാക്കാനായി ചോദിച്ചത് ഇങ്ങനെയായിരുന്നു. നമ്മുടെ ഞാവൽക്കാടിന് തീ പിടിച്ചിട്ടുള്ള കാര്യം പിറ്റേ ദിവസം പത്രത്തിലെ വാർത്ത വായിച്ച സമയത്ത് ഒരു കുട്ടി അറിഞ്ഞു. അപ്പൊ അവൻ എന്ത് ചെയ്തു, അവന്റെ അച്ഛനെയും കൂട്ടിയിട്ട് ഞാവൽക്കാട് കാണാനായിട്ട് പോയി കേട്ടോ. അങ്ങനെ തിരിച്ചു വന്ന സമയത്താണ് അവൻ വീട്ടിലെത്തിയപ്പോൾ അവൻ ആലോചിക്കുന്നത് ഈ മനുഷ്യന്റെ ഓരോരോ ക്രൂര പ്രവൃത്തികളെ കുറിച്ചിട്ട് അവൻ അപ്പോഴാണ് ആലോചിക്കുന്നത് അല്ലെ. ഈ വനങ്ങളൊക്കെ തീയിട്ട് നശിപ്പിക്കുന്നതിനെ പറ്റിയിട്ട് അപ്പോഴാണ് അവന് ആലോചിക്കുന്നത്. അപ്പൊ അങ്ങനെ വനങ്ങളൊക്കെ തീയിട്ട് നശിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെയാണല്ലേ ഭാവിയിൽ ദോഷമായിട്ട് വരിക. അപ്പൊ അവൻ എന്ത് ചെയ്തു, വനങ്ങളൊന്നും നശിപ്പിക്കാൻ പാടില്ല, ഈ കാര്യം ആരെ ബോധ്യപ്പെടുത്തണം, ആരെ ബോധവൽക്കരിക്കണം, മറ്റുള്ള ആളുകളെ ബോധവൽക്കരിക്കണം എന്നുള്ള തീരുമാനം ആരെടുത്തു, ആ ഒരു കുട്ടി എടുത്തു. അപ്പൊ അതിന് വേണ്ടിയിട്ട്, അതായത് വനമെല്ലാം സംരക്ഷിച്ചു നിർത്തണം എന്നുള്ളത് മറ്റുള്ളവരെ ബോധവൽക്കരിക്കാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാനായിട്ട് മുന്നൊരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത്തരത്തിൽ ഏതെങ്കിലും ഒക്കെ ഒരു പോസ്റ്റർ തയ്യാറാക്കാനായിട്ട് മക്കൾ
മക്കളുടെ അടുത്ത് പറയാം. അപ്പൊ എന്ത് ചെയ്യാം, അതിനു കൂടി ഒന്ന് നിങ്ങൾ തയ്യാറാവുക കേട്ടോ. പിന്നെ മക്കൾക്ക് വരുന്ന മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്ന ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പൊ അത് ഏതെങ്കിലും ഒരു കവിത നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. എന്നിട്ട് എന്ത് ചെയ്യുക, അത് നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് ആ ഒരു കവിതയ്ക്ക് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനായിട്ട് പറയൂ കേട്ടോ. അപ്പൊ മക്കൾക്ക് ആ ഒരു കവിതയുടെ പേര് തന്നിട്ടുണ്ടായിരിക്കും, ആരാണ് ആ കവിത എഴുതിയത് എന്നുള്ളത് കവിയുടെ പേരും മക്കൾക്ക് തന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ കവിതയുടെ പേരും കവിയുടെ പേരും കവിതയുടെ ആശയം എല്ലാം ഉൾപ്പെടുത്തിയിട്ട് മക്കൾ എന്ത് ചെയ്യണം, ആസ്വാദന കുറിപ്പ് തയ്യാറാക്കണം കേട്ടോ. അതും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും നിങ്ങൾക്ക് എന്ത് വരും, ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനായിട്ടുള്ള ഒരു പ്രവർത്തനം വരും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മക്കളുടെ എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ എന്തൊക്കെയാണ് ടീച്ചർ പറഞ്ഞത്, ആദ്യം നിങ്ങൾക്ക് എന്ത് വരും, ഒരു കഥ വായിച്ചിട്ട് ഉത്തരം എഴുതാനായിട്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ സംഭാഷണം എഴുതാനായിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ പത്രവാർത്ത എഴുതാനായിട്ടുണ്ടായിരിക്കും. പിന്നെ അനുഭവ കുറിപ്പ് തയ്യാറാക്കാനുണ്ടായിരിക്കും. അതുപോലെ തന്നെ പോസ്റ്റർ തയ്യാറാക്കാനുണ്ടായിരിക്കും. പിന്നെ ഒന്നുള്ളത് എന്താണ്, അനുഭവ കുറിപ്പ് തയ്യാറാക്കാനായിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പൊ ടീച്ചർ ഇന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം, മക്കൾ നിർബന്ധമായിട്ടും പഠിക്കണം. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുള്ളൂ കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇത്രയാണ് ടീച്ചർക്ക് പറയാനായിട്ടുള്ളത്. എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.